ആദ്യമായി കുമ്പളയിൽ നിന്നും ആരംഭിച്ച ഈ ജാഥയെ കേരളത്തിൻ്റെ മലനിരകളിലൂടെ, കടൽ തീരങ്ങളിലൂടെ, ഇടനാടുകളിലൂടെ, ഗ്രാമങ്ങളിലൂടെ, നഗരങ്ങളിലൂടെ, ജനസഞ്ചയങ്ങളിലൂടെ, ജനസാഗരങ്ങളിലൂടെ ധീരമായി നയിച്ച് ഇന്ന് അനന്തപുരിയുടെ തിരുമുറ്റത്തേക്ക് എത്തിച്ച ഈ ജാഥയുടെ നായകനും അധ്യക്ഷനുമായ നമ്മുടെയെല്ലാം പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ്, ഇന്ന് ജനനേതാവായി കേരളത്തിൽ അത്യുജ്വലമായ തരത്തിൽ ഉയർന്നു വന്ന ജനവികാരത്തെ ഒപ്പിയെടുക്കാൻ കഴിയുന്ന മഹത് വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിലേക്ക് കടന്നിരുന്നു കഴിഞ്ഞിട്ടുള്ള ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഈ ജനസാഗരത്തിൻ്റെ പേരിൽ, ഐക്യജനാധിപത്യ മുന്നണിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹായോഗം ഉദ്ഘാടനം ചെയ്യുന്നത്, ചരിത്രയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്ന നമ്മുടെ പ്രിയങ്കരനായ വ്യക്തിത്വമാണ്. ആരാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം കൊച്ചുകുട്ടികളോട് പോലുമില്ല. ഒരു കൊച്ചുകുട്ടിയുടെ ലാളിത്യത്തോടുകൂടി, ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ നൈർമല്യത്തോടുകൂടി, എന്നാൽ ഒരു ലോക നേതാവിൻ്റെ പെരുമയോടുകൂടി ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയത്തെയും ലോക ജനാധിപത്യ പ്രക്രിയയെയും നയിക്കാൻ കെൽപ്പുള്ള മഹാനായ രാഹുൽ ഗാന്ധിയെ ഞാൻ ഈ ജനസാഗരത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. He has become ഒന്ന് ഒഴിവാക്കാം. He has become the doyen of international democratic polity. The Democrats in London, in Washington, in Moscow, in Beijing, in Paris, all are looking at him. What Rahul Gandhi speaks, what he says, how he walks, how he rides his bicycle. He has become an epitome of international democratic polity, and he has not only become the national leader, he is the international leader, like Jawaharlal Nehru, Indira Gandhi, or any other political leader from India. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അദ്ദേഹം ഈ വേദിയിൽ ഇരിക്കുകയാണ്. ഈ വേദിയിൽ നമ്മളോടൊപ്പം കോൺഗ്രസിന്റെ സംഘടനാകാര്യ ചുമതലയുള്ള കേരളത്തിന്റെ സംഭാവനയായ, നമ്മുടെയെല്ലാം സുഹൃത്തായ, നിങ്ങളിൽ പലരുടെയും ചേട്ടനായ, ഞങ്ങളെപ്പോലുള്ളവരുടെ കൊച്ചനുജനായ KC വേണുഗോപാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചാൽ 1 മണിക്കൂർ എടുക്കുമെന്നതുകൊണ്ട് പാലോട് രവി എനിക്ക് ഒരു കുറിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഞാൻ അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന മാന്യ വ്യക്തിത്വത്തെയാണ്. ആരാണ് നമ്മുടെ മുഖ്യ പ്രഭാഷകൻ? മതേതര കേരളത്തിൻ്റെ, മതേതര ഇന്ത്യയുടെ പ്രവാചക തുല്യനായ, ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രതീകമായ പാണക്കാട് സയ്യിദ് സാഹദലി ശിഹാബ് തങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. വർഗീയ കലാപങ്ങളുടെയും വർഗീയ വിക്ഷുബ്ധതയുടെയും വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും മുന്നിൽ സൗമ്യമായ ചിരി കൊണ്ട് തൻ്റെ ഹരിത പതാക ഉയർത്തി നിൽക്കുന്ന അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവ് മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ നന്മയുള്ള മുഴുവൻ മനുഷ്യരുടെയും നേതാവാണ് എന്ന് ഞാൻ വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവർ ശ്രീമതി ദിബാദാസ് മുൻഷി, ACCയുടെ ജനറൽ സെക്രട്ടറി. ഞാൻ ദിബാദാസ് മുൻഷി ഇന്ന് മലയാളിയായിട്ടുണ്ട്. ഷീ ഹാസ് ബിക്കം എ മലയാളി. നൗ ഷീ ഈസ് ലിവിംഗ് വിത്ത് us and she has become a Malayali leader. I welcome ദിബാദാസ് മുൻഷി ജി. നമ്മുടെ സണ്ണി ജോസഫ്, ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. KPCCയുടെ അഭിവന്ദനായ പ്രസിഡന്റ്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള
നമ്മുടെ എല്ലാം ഓമനയായ രമേശ് ചെന്നിത്തലയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. തിരുവനന്തപുരത്തിന്റെ MP ശശി തരൂർ, 4 തവണ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച ശശി തരൂരിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയരുന്ന പ്രതിഭാസമായി മാറിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ കൊടിക്കുന്നിൽ സുരേഷ് MP-യെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശ്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഞാൻ അദ്ദേഹത്തെ വികസനത്തിന്റെ അംബാസിഡർ എന്നാണ് വിളിക്കാറുള്ളത്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാം കാരണവരായിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ ആദ്യത്തെ കൺവീനർ ആയിരുന്ന, ഇന്നും നമ്മളെല്ലാം നായകനായ PJ ജോസഫ് സാറിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ തെളിഞ്ഞ വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥനായ RSPയുടെ ജനറൽ സെക്രട്ടറി ഷിബു ബേബി ജോണിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞ പ്രേമചന്ദ്രൻ MP-യെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞ കേരള കോൺഗ്രസിന്റെ നേതാവ് അനൂപ് ജേക്കബിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. മാണി C കാപ്പൻ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി G ദേവരാജനെ ഞാൻ ഈ ജനസാഗരത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. JSSന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും JSSന്റെ ജനറൽ സെക്രട്ടറിയുമായ രാജൻ ബാബുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ DCCയുടെ പ്രസിഡന്റ് ശക്തൻ നാടാരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. UDF-ന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള PK വേണുഗോപാലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സച്ചിൻ പൈലറ്റ്, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ മുഴുവൻ ആളുകളെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജാഥാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനും ഒരു ജാഥാംഗമാകുന്ന ആ ജാഥാംഗങ്ങൾക്ക് ഒരൊറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ, ഈ ജാഥ തീർന്നു പോയല്ലോ, നാളെ എന്ത് ചെയ്യും എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. ശ്രീകണ്ഠനുണ്ട്, ബെന്നിയുണ്ട്, ഷാനിമോൾ ഉസ്മാനുണ്ട്, നേരത്തെ പേര് പറഞ്ഞ എല്ലാവരുമുണ്ട്. എല്ലാവരെയും ഞാൻ ബെന്നി ബെഹനാൻ ഞങ്ങളുടെ ഒരു നേതാവായിട്ട് തന്നെ പ്രവർത്തിച്ചു. ഞാൻ എല്ലാവരുടെയും പേര് പറയാൻ ശ്രമിച്ചാൽ വിട്ടുപോകുമെന്നതുകൊണ്ട് എന്നെ പാലോട് രവി നുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദനങ്ങൾ. ഈ ജനസാഗരത്തിന് ചരിത്ര പ്രസിദ്ധമായി തീരാൻ പോകുന്ന ഈ മഹായോഗത്തിന്റെ പങ്കാളികളായ, നിർമ്മിതാക്കളായ, ചരിത്രത്തെ പുതിയ യുഗത്തിലേക്ക് മാറ്റിമറിക്കാൻ കച്ചകെട്ടി വന്നിരിക്കുന്ന മുഴുവൻ UDF പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.